മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ അധ്വാനങ്ങളിൽ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് നമ്മൾ എടുക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനമാണ്. ഈ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈശോനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത് പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ നൽകാനും അവരുടെ ജീവിതത്തെ രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ ഇടയിലേക്കാണ് അവിടുന്ന് കടന്നു വന്നത്. നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ പിറവിയെക്കുറിച്ചുള്ള അറിയിപ്പ് ആദ്യം ലഭിക്കുന്നത് ആട്ടിടയന്മാർക്കാണ്. വലിയ പ്രത്യാശയൊന്നുമില്ലാത്തവരവർ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ വേദനകളിലൂടെയും ദുരിതങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുന്നവർക്ക് പ്രത്യാശ നൽകാനും അവരുടെ ജീവിതത്തിന് രക്ഷ നൽകാനും അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് നിന്റെ ജീവിതത്തിലേക്കും കടന്നു വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ഈശോ ഇറങ്ങി വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നിന്റെ വേദനയിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, ഇല്ലായ്മകളിലേക്ക് ഈശോ ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുക. അവിടുന്നിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ച് അവിടുന്ന് എൻ്റെ രക്ഷകനാണ് എന്ന് ഏറ്റുപറയാനായിട്ട് നിനക്ക് സാധിച്ചാൽ നിന്റെ ജീവിതത്തിന് അവിടുന്ന് രക്ഷ നൽകും. നീ ജീവിതത്തിൽ ദരിദ്രനാണോ, ഒന്നുമില്ലാത്ത വ്യക്തിയാണോ, തകർന്ന വ്യക്തിയാണോ, നീ പേടിക്കേണ്ട, ആകുലപ്പെടേണ്ട, നീ നിരാശപ്പെടേണ്ട. കർത്താവ് നിൻ്റെ അരികിലേക്കാണ് വന്നിരിക്കുന്നത്. കർത്താവ് നിൻ്റെ കുടുംബത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കർത്താവ് നിൻ്റെ വേദനയിലേക്കാണ് വന്നിരിക്കുന്നത്. കർത്താവ് നിൻ്റെ അസ്വസ്ഥതയിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബോധ്യം ഹൃദയത്തിൽ സ്വീകരിക്കുക. ഈശോയ്ക്ക് നിൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കുക. ഈ ദിവസം ഒരു ദരിദ്രനെയെങ്കിലും സഹായിക്കാനായിട്ട് പരിശ്രമിക്കുക. കരങ്ങളെ യാചനയോടെ പഠിച്ച് ഈശോയുടെ സന്നിധിയിലേക്ക് നിൻ്റെ ജീവിതത്തെയും ഈ ദിവസത്തെ അധ്വാനങ്ങളെയും നിൻ്റെ ദുഃഖഭാരങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും ഇവരുടെ നൊമ്പരങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.